ഹരി ഓം. അരുണാചല ശിവ. നിസ്വാർത്ഥമായ ഭക്തി, ഭഗവാനോടുള്ള ആത്മബന്ധം, അങ്ങനെ ഒരു ആത്മബന്ധത്തിൻ്റെ കഥയാണ് ഇന്ന് കഥാസാഗരത്തിലൂടെ നിങ്ങൾക്ക് കേൾക്കാൻ പോകുന്നത്. മഹാദേവന്റെ തൃപ്പാദങ്ങളിലും സിദ്ധപരമ്പരകളിലും നമിച്ചുകൊണ്ട് അത്തരമൊരു മഹാസിദ്ധൻ, കാലം രേഖപ്പെടുത്തിയിരിക്കുന്ന അത്തരമൊരു മഹാസിദ്ധയോഗിയെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ഒരു മഹാശിവഭക്തനായിരിക്കുന്ന കർഷകൻ ജീവിച്ചിരുന്നു. അക്കാലത്ത് ബ്രാഹ്മണാധിപത്യം ഉള്ള കാലഘട്ടമായിരുന്നു. അടിമ വ്യവസ്ഥയോട് കൊടിമുറ്റിയ കാലം എന്ന് വേണം പറയാം. ആ ഒരു കാലഘട്ടത്തിലാണ് ഈ കർഷകൻ ജീവിച്ചിരിക്കുന്നത്. കർഷകൻ നന്നായി അധ്വാനിക്കും, എല്ലാം ചെയ്യും. തികഞ്ഞൊരു ശിവഭക്തനാണ് ഇദ്ദേഹം. അന്ന് സവർണർക്ക് മാത്രം, ബ്രാഹ്മണർക്ക് മാത്രം ആരാധനാ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന കാലത്ത് സ്വന്തമായിട്ട് മണ്ണ് കൊണ്ട് ശിവലിംഗം ഉണ്ടാക്കി പൂജിക്കുകയും അതുപോലെ തന്നെ നിറഞ്ഞ ഭക്തിയോടെ ഈശ്വര ഭജനം നടത്തിയുമായ ഒരു കർഷകൻ ആയിരുന്നു. കാലം ചില വ്യക്തികളെ തിരഞ്ഞെടുക്കും. അവരെ കാലം എല്ലാ പ്രതിസന്ധികളിലൂടെയും കടത്തിവിട്ട് കല്ലിൽ കുത്തിയ അക്ഷരം പോലെ ഒരിക്കലും മായാത്ത തരത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു ചരിത്രത്തെ കാലം തന്നെ രേഖപ്പെടുത്തും എന്നുള്ളത് പല ആൾക്കാരുടെ ജീവിതത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരം ഒരു കഥ, അത്തരം ഒരു ജീവിതം, ആ ഒരു ജീവിതത്തിലൂടെ കടന്നുപോയ വ്യക്തിത്വമായിരുന്നു ഈ കർഷകൻ. തുടർന്ന് ഇദ്ദേഹത്തിന് അഗമ്യമായ ഒരു പിടിച്ചു നിർത്താൻ പറ്റാത്തൊരു ആഗ്രഹമുണ്ടായിരുന്നു. തിരുപ്പങ്ങൂർ ക്ഷേത്രത്തിൽ, മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം എന്നുള്ളത്. ഏകദേശം അദ്ദേഹത്തിൻ്റെ നിന്ന് ഏകദേശം ഒരു 25 കിലോമീറ്ററോളം അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അവിടത്തേക്ക് ഉണ്ടാവും. എന്നാൽ ഇദ്ദേഹത്തെ പോകാൻ ആ ജന്മി സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. എന്തെങ്കിലും പണി കൊടുത്തുകൊണ്ടേയിരിക്കും ഇദ്ദേഹത്തിന് സ്വതന്ത്രമായി ഒന്ന് പോയി തൊഴാനുള്ള അവസരം, അങ്ങനെയുള്ള ഒരു അവസരം ഉണ്ടാകുമ്പോൾ തന്നെ ഇവരെ തടയിടുകയും ചെയ്യും. അങ്ങനെ ഏറെക്കാലം ഇദ്ദേഹം ആഗ്രഹിച്ച് നിന്നു. ചില സമയത്ത് ഇദ്ദേഹം പാടത്ത് പണിയെടുക്കുന്ന സമയത്ത് അതിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ ഇദ്ദേഹത്തോട് ചോദിക്കും, ഈ ക്ഷേത്രത്തിലേക്കുള്ള വഴി ഏതാണെന്ന്. അങ്ങനെ അദ്ദേഹത്തിന് വഴി പറഞ്ഞു കൊടുക്കുകയും അപ്പോൾ നിറകണ്ണുകളോടെ നോക്കി നിന്നിട്ട്, അപ്പാ ഇനി എപ്പോ പാക്കാൻ എനിക്ക് സമയം കിടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു അദ്ദേഹം. എപ്പോഴാണ് നിന്നെ എനിക്കൊന്ന് കാണുക, ഇത്രയും ഭാഗ്യഹീനനായിപ്പോയോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് തൻ്റെ
ജോലിയിൽ വ്യാപൃതനാവും. വളരെ ദുഃഖിതനായി എപ്പോഴും ഇദ്ദേഹത്തിന് ഒരു വിചാരം മാത്രമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ക്ഷേത്ര ദർശനം നടത്തണം, മഹാദേവനെ കാണണം. പക്ഷേ പ്രകൃതി അല്ലെങ്കിൽ കാലം എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ നമുക്ക് ക്രൂരത തോന്നിപ്പോകും. ഇദ്ദേഹത്തിന് അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുന്ന ഒരു സമയം ഇദ്ദേഹത്തിൻ്റെ അമ്മ മരിക്കുകയാണ്. അമ്മൂമ്മ മരിക്കുകയാണ്. ഇങ്ങനെ കിട്ടുന്ന അവസരം ഇദ്ദേഹം പോകാൻ നോക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് മുടക്കം. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹത്തിന് പിന്നീട് ഊണമില്ല ഉറക്കമില്ലാത്ത അവസ്ഥയിലേക്ക് ഈ ക്ഷേത്ര ദർശനം നടത്തണം എന്നുള്ള ചിന്ത കടന്നുകൂടുകയാണ്. അദ്ദേഹത്തിന് പ്രായം ഏറി വരികയാണ്. എന്നാൽ തൻ്റെ കർമ്മങ്ങളിലൊന്നും ഒരു മുടക്കവും അദ്ദേഹം ഇന്നേ വരെ വരുത്തിയിട്ടില്ല. ആ ജന്മിക്കും വീട്ടുകാർക്കും ഇത്ര ഒരു ഇഷ്ടമുള്ളൊരു ജോലിക്കാരൻ വേറെ ഇല്ല. കാരണം ഏത് കൃത്യസമയത്തിനുള്ളിൽ തീർക്കും. പതുക്കെ ജന്മിക്ക് ഇദ്ദേഹത്തെ വിടാമെന്നുള്ള ഒരു തോന്നലുണ്ടായി. ജന്മി പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു, അവനെ ഒന്ന് ആ ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് വന്നോട്ടെ അല്ലേ, ഒരു ദിവസം ലീവ് കൊടുക്കാം നമുക്ക് എന്ന് പറയുമ്പോൾ ഭാര്യ പറഞ്ഞു, അത് പറ്റില്ല, അവനെ വിട്ടു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ തിരിച്ചു വരുമെന്ന് തന്നെ പറയാൻ കഴിയില്ല. നിങ്ങളെ വേറെ ഇവനെ പോലെ വേറൊരു ജോലിക്കാരനെ കിട്ടുകയും ചെയ്യില്ല. ആ ഭാര്യയും തടസ്സം പറയാം. അപ്പോൾ ഇദ്ദേഹത്തിന് വളരെ വിഷമായി, പോകാൻ വിട്ടില്ല. ഇദ്ദേഹം വീണ്ടും 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 ഭഗവാനോട് സങ്കടം പറയുകയാണ്. അവസാനം ഇവരുടെ മനസ്സിൽ ഞാൻ എന്തായാലും അവന് ലീവ് അല്ലെങ്കിൽ അവനൊരു അവധി കൊടുക്കാൻ പോവുകയാണ്. ആ മഹാദേവന്റെ തൃപ്പത്ത് പോകാനല്ലേ അവൻ ഇത്രയും ആഗ്രഹിച്ചിട്ടുള്ളതെന്ന് ജന്മി പറയുകയാണ്. ഉടൻ ഭാര്യ പറഞ്ഞു, അവന് തീരെ വാക്ക് ഗണിക്കുന്നില്ല എന്ന് അവന് തോന്നണ്ട, അതുകൊണ്ട് അതിന് ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവന് പറ്റാത്തൊരു പണി നമുക്ക് കൊടുക്കാം, എന്നിട്ട് അത് ചെയ്തിട്ട് അവൻ പൊക്കോട്ടെ. അതായത് 40 ഏക്കറോളം വരുന്ന പറമ്പ് പാടം, ആ പാടശേഖരത്തിൽ നെല്ല് വിതച്ച് കൊയ്ത് കണക്ക് ബോധിപ്പിച്ചിട്ട് നിനക്ക് പോകാമെന്ന്. അത് എത്രയും പെട്ടെന്ന് തീർക്കുന്ന അത്രയും പെട്ടെന്ന് നിനക്ക് പോവാം. ഇദ്ദേഹത്തിന് അതായത് നേരം പുലരുന്നതിന് മുന്നേ അവർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നാളെ നിനക്ക് ഇവിടുന്ന് ക്ഷേത്രത്തിലേക്ക് പോവാം. ഇദ്ദേഹത്തിന് ആകെ സങ്കടമായി. എവിടെ സാധിക്കാനായി? ഇത് 40 ഏക്കറോളം വരുന്ന ഭൂമി എങ്ങനെ ഞാൻ ഉഴുതുമറിച്ച് വിത്ത് ആക്കിയിട്ട് എപ്പോൾ പോവാനാണ് ഇനി? അങ്ങനെ ഇദ്ദേഹം പറഞ്ഞ് കരഞ്ഞ് തളർന്ന് ആ പാടത്തിൽ വീണുപോയി. കരഞ്ഞ് തളർന്ന് അവിടെ വീണു. അപ്പോൾ ഈ ജന്മം എനക്ക് അപ്പനെ കാണാൻ പറ്റില്ലെന്ന് തോന്നുന്നു, പക്ഷേ ഈ ജീവനെങ്കിലും എൻ്റെ അപ്പനെ എടുത്തൂടെ, മരിച്ചിട്ടെങ്കിലും എന്നെ അപ്പനെ സ്വീകരിച്ചൂടെ എന്ന് ഒരു ചോദ്യവും ചോദിച്ചിട്ടാണ് ഇദ്ദേഹം അവിടെ വീഴുന്നത്.
ആ പാടത്തിൽ കരഞ്ഞു തളർന്ന് ഉറങ്ങിപ്പോയി. അന്ന് രാത്രി ഒരു മഹാത്ഭുതം നടക്കുകയാണ്. നന്ദികേശനും ഭൂതഗണങ്ങളും ശിവാജ്ഞയാൽ ശക്തിയുടെ ശക്തിയുടെ അഭ്യർത്ഥന മാനിച്ച് അദ്ദേഹത്തിൻ്റെ പരീക്ഷണം ഒഴിവാക്കി അദ്ദേഹത്തിൻ്റെ അടുക്ക് ആ പാടം ഉഴുതു മറിച്ച് നെൽക്കതിരാക്കി വയ്ക്കാൻ കതിർ ആക്കി അതിൻ്റെ കണക്ക് എഴുതി വയ്ക്കാൻ വേണ്ടിയിട്ട് മഹാദേവൻ ഭൂതഗണങ്ങളോടും നന്ദികേശനോടുമായി പറയുകയാണ്. അങ്ങനെ അതൊക്കെ ഇതാക്കി ആ പാടം മുഴുവൻ നെല്ല് വിതച്ച് അത് കൊയ്ത് കുറച്ച് അതിശയോക്തിയാണെന്ന് അറിയാം. എങ്കിലും അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നു എന്നാണ് പറയുന്നത്. ഇപ്പോഴും ആ പാടവും ആ സ്ഥലവും അവിടെ തന്നെയുണ്ട്. അങ്ങനെ മഹാദേവന്റെ അനുഗ്രഹത്താൽ അവിടെ കണക്ക് വരെ ബോധിപ്പിച്ചിട്ട് അവിടെ വെച്ചിട്ട് പോയി. പിറ്റേ ദിവസം പാടത്തിൽ വന്ന ആൾക്കാർ നേരെ ജന്മിയുടെക്ക് ഓടിയെത്തി. മഹാത്ഭുതം എന്ന് കാണാൻ വേണ്ടിയിട്ട് കൂടി നിൽക്കുന്ന കൂട്ടത്തിൽ ജന്മിയും ഉണ്ടായിരുന്നു, ഭാര്യയും ഉണ്ടായിരുന്നു. നോക്കുമ്പോൾ എല്ലാ പറമ്പെല്ലാം കളിച്ച് മറിച്ച് അതിൽ പാടത്തിൽ മൊത്തം നെല്ല് വെച്ച് അതിൻ്റെ നെല്ല് കൊയ്ത് കറ്റ വേറെ നെല്ല് വേറെ ആക്കിയിട്ട് അവിടെ രണ്ടായി നിന്നെന്നാണ് പറയുന്നത്. രണ്ടായി വെച്ചിട്ട് അതിൻ്റെ കണക്ക് വരെ എഴുതി വെച്ച് പോയി എന്നാണ് പറയുന്നത്. ഇതൊരിക്കലും ഇദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കില്ല എന്ന് ജന്മിക്കറിയാം. ജന്മിക്ക് കാര്യം മനസ്സിലായി. ഇത് ഇദ്ദേഹത്തിൻ്റെ ഭക്തി കണ്ട് മഹാദേവൻ തന്നെയാണ് തൻ്റെ ഭൂതഗണങ്ങളെ കൊണ്ട് ഇത് ചെയ്യിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായി. അങ്ങനെ ഇദ്ദേഹം ഉണരുന്ന സമയത്ത് കാണുന്നത് ജേമിയും മറ്റുള്ള കൂട്ടരും തനിക്ക് ചുറ്റും കൂടി നിൽക്കുന്നതാണ്. എന്താണ് സംഭവം നോക്കുമ്പോഴേക്കാണ് ഇങ്ങനെ ഒരു മഹാത്ഭുതം അദ്ദേഹം അറിയുന്നത്. ഉടൻ അവിടെയുള്ള ജന്മികളും മറ്റുള്ള ആൾക്കാരും ഇദ്ദേഹത്തിന് വെള്ളി നാണയങ്ങളും പോകാനുള്ള വസ്തുവും ഭക്ഷണവും എല്ലാം എത്തിച്ചു കൊടുക്കുകയാണ്. ജന്മി പറയാണ്, ഒരു നിമിഷം അങ്ങനെ വൈകിക്കരുത്, ഉടൻ ക്ഷേത്രത്തിലേക്ക് മഹാദേവനെ കണ്ട് തൊഴുതോളൂ. അങ്ങയുടെ മുന്നിൽ ഇങ്ങനെ ഒരു മഹാപരാധം ചെയ്തതിന് എന്നോടും കുടുംബത്തോടും പൊറുക്കണമെന്ന് അപേക്ഷിച്ചു. നന്ദനാറ് എല്ലാത്തിനും സാക്ഷി നീ ഭഗവാനാണ്. അടിയനിൽ ഒരു കഴിവുമില്ല. അടിയന് ആശ്രയം എന്ന് പറയുന്നത് മഹാദേവനോടുള്ള ആശ്രയവും ഫലവും മഹാദേവനോടുള്ള ഭക്തി മാത്രമായിരുന്നു. അതിനാൽ അങ്ങ് എന്നോട് ക്ഷമ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അങ്ങയും ആ ഭഗവാന്റെ ലീലയുടെ ഒരു ഭാഗമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം മഹാദേവ ദർശനത്തിനായിക്കൊണ്ട് തിരുപ്പങ്ങൂർ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു എന്ന് പറയുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ട് അവിടെ എത്തിയ സമയത്ത് വലിയൊരു നന്ദിയുടെ പ്രതിമയുണ്ട്. ഈ പ്രതിമ മറഞ്ഞിട്ട് ഇദ്ദേഹത്തിന്
ക്ഷേത്രത്തിന് ആ മഹാദേവനെ കാണാൻ സാധിക്കുന്നില്ല. അപ്പോ മഹാദേവന്റെ പ്രതിമ ഇത്രത്തോളം വന്നിട്ട് പോലും എനിക്ക് കാണാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുമ്പോൾ, കാരണം അന്ന് ബ്രാഹ്മണാധിപത്യമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അന്ന് അകത്തേക്ക് താഴ്ന്ന ജാതിക്കാരുള്ളവർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ വിഷമിച്ച് ഇദ്ദേഹം നിൽക്കുന്ന സമയത്ത്, എങ്ങനെയെങ്കിലും കാണാൻ പറ്റുമോ എന്നുള്ള നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ നന്ദിയുടെ പ്രതിമ കുറച്ച് നിന്ന് നീങ്ങിയിരുന്നു, ഇത്രയും ആൾക്കാർ കാണുക. ഉടനെ അവിടെ നീങ്ങിയിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് മഹാദേവന്റെ ദർശനം കിട്ടി. ഉടൻ അവിടെയുള്ള ആൾക്കാർ വന്ന് ഇദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന് നമസ്കരിച്ചിട്ട് പറഞ്ഞു, അങ്ങ് ചെറിയ ആളല്ല. കാരണം വെച്ചാൽ നന്ദി പോലും മാറി നിന്നു എന്ന് പറയുമ്പോൾ, അതുകൊണ്ട് ഇനി മുതൽ അങ്ങ് നന്ദനാർ എന്ന നാമത്തിൽ അറിയപ്പെടും. ഇന്നും നന്ദനാർക്ക്, ആ മഹാസിദ്ധന്, അവിടെ നിന്നാണ് നന്ദനാർ എന്നുള്ള ഒരു പേര് ലഭിച്ചത്. അതുപോലും അതിനു മുന്നേ അദ്ദേഹത്തിന് എന്താണ് പേര് എന്ന് പോലും ആർക്കും അറിയില്ലായിരുന്നു, രേഖപ്പെടുത്തിയിട്ടില്ലായിരുന്നു എവിടെയും. അപ്പോൾ അറിഞ്ഞ് വിളിച്ചു കഴിഞ്ഞ കാലം നമുക്ക് കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആര് തടഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഭഗവത്പാദത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അതിന് പ്രകൃതി വഴിയൊരുക്കും. അതുപോലെ പ്രകൃതിയുടെ പരീക്ഷണങ്ങളും ഏൽക്കേണ്ടി വരും എന്നുള്ളത് ഈ ഒരു കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഓരോ നിമിഷം കഴിയും തോറും നമ്മളും കഥകളായി മാറുകയാണ്. പക്ഷെ നമ്മുടെ കഥകൾ എത്രമാത്രം വ്യാപിക്കുന്നുണ്ട് എന്നോ എത്രമാത്രം പ്രശസ്തി ആർജിക്കുന്നുണ്ട് എന്നോ എവിടെയൊക്കെ അറിയപ്പെടുന്നുണ്ട് എന്നോ എവിടെയെങ്കിലും രേഖപ്പെടുത്തി വെക്കുന്നുണ്ടോ എന്നോ ആണ് കാര്യം. ഇങ്ങനെ ഒരു രേഖപ്പെടുത്തി വെക്കാൻ ഒരു കഥയുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ചെറിയതായിട്ടെങ്കിലും ഒരു പൊരുളുണ്ടായിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ആ മഹാസിദ്ധന്റെ, മഹാദേവന്റെ തൃപ്പാദങ്ങളിൽ മനസ്സാ സ്മരിച്ചുകൊണ്ട് ഹരി ഓം അരുണാചല ശിവ.